സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ തലയാഴം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന പരിപാടി തികച്ചും മാതൃകാപരമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇവിടെ ആദരിക്കൽ ചടങ്ങിനപ്പുറത്ത് ഈ പാർട്ടിയുടെ ഈ പഞ്ചായത്തിലെ മുന്നേറ്റത്തിന്റെ ശക്തി വിളിച്ചോതുന്ന ഒരു പരിപാടിയുമായിട്ടാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് വലിയൊരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിന്റെ ശബ്ദം, കേരളത്തിന്റെ സാധ്യത, കേരളത്തിന്റെ പ്രതീക്ഷ, കേരളത്തിന്റെ സ്വപ്നം, ഇത് ഇന്ന് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. കേരളത്തിലെ യുവതയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകുന്നു. കേരളത്തിന്റെ വികസന സാധ്യതകൾ അത് പരിശോധിക്കപ്പെടുന്നു. അതൊക്കെ തന്നെ സമയബന്ധിതമായി നടപ്പാക്കാൻ ഈ രാജ്യത്തെ ഭരണകൂടം തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നു. ഈ കേരളത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയുള്ള അത്യുജ്വലമാർന്ന പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരും നാളുകളിലുണ്ടാകും. അത്തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിനകത്ത് ശക്തമായിട്ട് നടക്കുകയാണ്. ഇന്നലെ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ നിതിൻ നബീൻ പാർട്ടിയുടെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തു. ആ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് നമ്മളെല്ലാവരും കേട്ടു. കേരളത്തിലും മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞുവീശുകയാണ്. കേരളത്തിന്റെ തലസ്ഥാന നഗരിയുടെ മേയർ ഇന്ന് ബിജെപിയുടെ താമര ചിഹ്നത്തിൽ ജയിച്ച ശ്രീ രാജേഷാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാന നഗരത്തിന്റെ ഡെപ്യൂട്ടി മേയർ താമര ചിഹ്നത്തിൽ ജയിച്ച ശ്രീമതി ആശാനാഥാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ 101 കൌൺസിലർമാരുള്ള തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി 51 കൌൺസിലർമാരുമായി ഭരണം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു. ഇന്ന് 27 ദിവസം പിന്നിടുകയാണ് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള മേയർ സത്യപ്രതിജ്ഞ ചെയ്തിട്ട്. വരുന്ന 29ാമത്തെ ദിവസം, മേയർ സത്യപ്രതിജ്ഞ ചെയ്ത 29ാമത്തെ ദിവസം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സാക്ഷാൽ ശ്രീ നരേന്ദ്രമോദി അനന്തപുരിയിലെത്തുകയാണ്. അത് തിരുവനന്തപുരം നിവാസികൾക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത ഒരു വാക്കാണ്. ബിജെപിയുടെ മേയർ സത്യപ്രതിജ്ഞ ചെയ്താൽ അത് എണ്ണിക്കൊണ്ട് 45 ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമെന്നും തിരുവനന്തപുരത്തിന്റെയും കേരളത്തിന്റെയും വികസനത്തിന് വേണ്ടിയുള്ള ഒരു ബ്ലൂ പ്രിന്റ് തിരുവനന്തപുരത്ത് അവതരിപ്പിക്കപ്പെടും എന്ന് ഈ കേരളത്തിന്റെ വികസന നായകനായിട്ട് ഇന്ന് നമ്മളുടെ നേതാവായിട്ട് നിൽക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആ തെരഞ്ഞെടുപ്പ് വേളയിൽ കേരളത്തിനും തിരുവനന്തപുരത്തിനും കൊടുത്ത വാക്കാണ്. ആ വാക്ക് 45 ദിവസം വരെ കാത്തിരിക്കാതെ ബിജെപിയുടെ മേയർ ജയിച്ച് 29ാമത്തെ ദിവസം ഗ്ലോബൽ ലീഡറായി മാറിക്കഴിഞ്ഞ നമ്മുടെ സാക്ഷാൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദി തിരുവനന്തപുരത്ത് കാലുകുത്തുന്നു എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇച്ഛാശക്തിയുടെയും പറയുന്നത് നടപ്പാക്കാനുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടിന്റെ കരുത്തും പ്രകടിപ്പിക്കുന്ന ഒരു ദിവസമാണ്. കഴിഞ്ഞ ദിവസം നിതിൻ നബീൻ അധികാരമേൽക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി അവിടെ പരാമർശിച്ചത് നമ്മുടെ ദക്ഷിണ ഭാരതത്തിലും ബിജെപി ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിന്റെ മേയർ ബിജെപിയുടെ മേയറാണ് എന്ന് ആവർത്തിച്ചു പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിലെ മഹാറാലിയിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് വീണ്ടും പറയുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെ കേരളത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളവും കോട്ടയവും അതുപോലെ തന്നെ വൈക്കവുമൊക്കെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാണുന്ന പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളാണ്.
ഈ ശക്തി കേന്ദ്രങ്ങളിൽ വലിയൊരു മാറ്റത്തിന്റെ ആ അലയൊലികൾ ഉയർന്നിരിക്കുകയാണ്. കേരളം വികസനം ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനമാണ്. കഴിഞ്ഞ 70 വർഷമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി അധികാരത്തിൽ ഇരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം. ഈ കേരളം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഈ നാട്ടിന്റെ, ഈ രാജ്യത്തിന്റെ ഏറ്റവും വികസിതമായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് മാറാനുള്ള എല്ലാ കരുത്തും ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിന്റെ പ്രകൃതി നൽകിയ അനുഗ്രഹങ്ങൾ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ യുവതയുടെ കരുത്ത്, ഇവിടുത്തെ വിദ്യാസമ്പന്നരായിട്ടുള്ള വനിതകളും അതോടൊപ്പം തന്നെ യുവാക്കളും, ഈ നാടിന്റെ സാമൂഹ്യ സാഹചര്യങ്ങൾ, ഇതെല്ലാം തന്നെ വലിയ മാറ്റത്തിന്, വലിയ വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റത്തിന് കേരളത്തെ പ്രാപ്തമാക്കാൻ പോകുന്നതായിരുന്നു. ഈ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുള്ള പരിവർത്തനത്തിന് 2-3 നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന് ശ്രീനാരായണ ഗുരുദേവനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സാമൂഹ്യ നവോത്ഥാന നായകന്മാരും കേരളത്തിലേക്ക് വന്ന ക്രിസ്ത്യൻ മിഷണറിമാരും ഒക്കെ വലിയ സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും പിന്നാക്കം നിൽക്കുന്ന സമയത്തും കേരളം മുന്നോട്ടായിരുന്നു. കാരണം ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ സഭകൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനം കാരണം കേരളം വിദ്യാഭ്യാസ രംഗത്ത് മുന്നിലായിരുന്നു. അതുപോലെ തന്നെ കേരളം ആരോഗ്യ രംഗത്ത് ദശാബ്ദങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് മുന്നിലായിരുന്നു. ഇങ്ങനെ കേരളത്തിന് വിദ്യാഭ്യാസം, ആരോഗ്യം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇവിടത്തെ ഇടതും വലതും വരുന്നതിന് മുമ്പ് തന്നെ, ഐക്യ കേരളം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ കേരളത്തിന് വലിയ ഒരു നേട്ടത്തിന്റെ ചരിത്ര പാരമ്പര്യമുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു പാരമ്പര്യത്തിലാണ് 1950കളിൽ നവോത്ഥാനത്തിന്റെ മഹത്തായിട്ടുള്ള ഒരു മുന്നേറ്റം നടന്നത്. ആ മുന്നേറ്റത്തിന് ശക്തി പകർന്ന ഒരു പ്രദേശമാണ് വൈക്കം എന്നുള്ളത്. അങ്ങേയറ്റം രാജ്യം മുഴുവൻ ഈ മണ്ണിനോട് അങ്ങേയറ്റം കൃതാർത്ഥതയുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യത്തിലേക്ക് ഈ മണ്ണിൽ നിന്ന് കടന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വൈക്കം സത്യാഗ്രഹവും ക്ഷേത്രപ്രവേശന വിളംബരവും അതുപോലെ തന്നെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരവും ഒക്കെ ഈ കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റത്തിന് ഏറെ ശക്തി പകർന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള നവോത്ഥാന മുന്നേറ്റത്തിന്റെ കാലഘട്ടങ്ങൾ 1957കളോടുകൂടി കഴിയുകയാണ്. 57കൾക്ക് ശേഷം കേരളത്തിൽ 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശക്തി പിടിക്കുകയും ആ 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അധികാരത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് എത്തുകയും ചെയ്തതോടുകൂടി ശ്രീനാരായണ ഗുരുദേവൻ മുതൽ മന്നത്താചാര്യൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ, VT ഭട്ടതിരിപ്പാട് ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ ആ നവോത്ഥാനത്തിന്റെ കരുത്തിന് ശോഭ നശിപ്പിച്ചു. ആ നവോത്ഥാന നായകന്മാർ മാറ്റിയിരുത്തപ്പെട്ടു. ആ നവോത്ഥാന നായകന്മാർ ചർച്ച ചെയ്യപ്പെടുന്നത് അശ്ലീലമായിട്ട് കണക്കാക്കുന്ന ഒരു പുതിയ വിപ്ലവ വായാടികൾ രംഗത്തെത്തി. അവർ പറഞ്ഞു, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ നവോത്ഥാനവും ഞങ്ങൾ സൃഷ്ടിച്ചതാണ് എന്ന് ആഖ്യാനം രചിച്ചു, ചരിത്രം രചിച്ചു, അതിനുവേണ്ടിയുള്ള നാടകങ്ങളും പാട്ടുകളും രചിച്ചു. അങ്ങനെ കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെയുള്ളവർ ഉയർത്തിപ്പിടിച്ച നവോത്ഥാനത്തിന്റെ ഉദാത്തമാർന്ന മേഖലകളെ മുഴുവൻ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി ഈ കേരളത്തെ അധപ്പതനത്തിന്റെ അഗാധഗർത്തങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച 70 വർഷങ്ങളാണ് ഐക്യ കേരളത്തിന്റെ വർഷങ്ങളായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ആ 70 വർഷങ്ങൾ കൊണ്ട് ഈ കേരളം എല്ലാ മേഖലയിലും തകർന്നടിയുന്നത് നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ഈ തകർച്ചയ്ക്ക് ഉത്തരവാദി ആര് എന്ന് ചോദിച്ചാൽ മറ്റാരെയും നമുക്ക് കുറ്റം പറയുവാൻ സാധ്യമല്ല. ഈ കേരളം മാറി മാറി ഭരിച്ചവരാണ് കേരളത്തിന്റെ സകല തകർച്ചയ്ക്കും ഉത്തരവാദി എന്ന് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഉൾപ്പെടെയുള്ളവർ ഐകകണ്ഠേന പറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് ഞാനും നിങ്ങളും കേരളീയരെന്ന നിലയിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ നമുക്ക് തല കുനിക്കാനുള്ള ചില സാഹചര്യങ്ങൾ ഈ കേരളത്തിലുണ്ട് എന്ന് നമ്മൾ ആരും വിസ്മരിക്കുന്നില്ല. ഒന്നാമതായി 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിൽ അകപ്പെട്ട ഒരു ഭൂമിയാണ് ഈ കേരളം. കേരളത്തിലെ 3.25 കോടി മലയാളി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടക്കണിയിലാണ്. എന്നെയും നിങ്ങളെയും
ഓരോടത്ത് പണയം വെച്ചിരിക്കുകയാണ് ഇവിടെ ഭരിച്ച ഭരണകൂടങ്ങൾ. എന്നെയും നിങ്ങളെയും പണയപ്പെടുത്തി ഈ കേരളത്തെ കടക്കണിയിലാക്കിയിട്ട് ഈ കേരളത്തിൽ എന്ത് നേടിത്തന്നു എന്നുള്ള ചോദ്യം എന്റെയും നിങ്ങളുടെയും മസ്തിഷ്കങ്ങളിൽ ഇന്ന് ഉയരേണ്ടതാണ്. ഈ കേരളത്തിൽ 6 ലക്ഷം കോടി രൂപയുടെ കടം വാങ്ങിയിട്ട് ഒരു വ്യവസായം തുടങ്ങുവാൻ ഈ കടം വാങ്ങിയവർക്ക് സാധിച്ചോ? ഈ കേരളത്തിൽ 6 ലക്ഷം കോടി രൂപയുടെ കടം വാങ്ങിയിട്ട് ഇവിടത്തെ ആശാ വർക്കേഴ്സിന് അവരുടെ വേതനം ജയിലിൽ കിടക്കുന്ന കൊലയാളികൾക്ക് സമാനമായിട്ടെങ്കിലും കൂട്ടിക്കൊടുക്കുവാൻ ഇവിടത്തെ ഭരണകൂടങ്ങൾക്ക് സാധിച്ചോ? ഇവിടെ 6 ലക്ഷം കോടി രൂപയുടെ കടം വാങ്ങിയിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ ശമ്പളം സമയാസമയങ്ങളിൽ കൊടുക്കാൻ ഈ കേരള സർക്കാരിന് സാധിച്ചോ? കേന്ദ്രം കൊടുക്കുന്ന പണം പോലും വകമാറ്റി ചെലവഴിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സമയാസമയം ശമ്പളം കൊടുക്കാതെ അവരെ ദുരവസ്ഥയിലാക്കാൻ ഈ 6 ലക്ഷം കോടി രൂപ കടം വാങ്ങിയ പിണറായി വിജയൻ സർക്കാർ ഇതുവരെ തയ്യാറാകാത്തതെന്തേ? അതുപോലെ തന്നെ ഈ കേരളത്തിന്റെ സാധാരണക്കാരനെ പിഴിഞ്ഞു മുറുക്കുന്ന ഒരു ഭരണകൂടമായിട്ട് കേരളത്തിലെ ഭരണകൂടം മാറിയിരിക്കുന്നു. ഇവിടുത്തെ അധ്യാപകർക്കും സർക്കാർ ജീവനക്കാർക്കും DA കുടിശ്ശിക 15,000 രൂപ മുതൽ 25,000 രൂപ വരെ സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശിക മുടങ്ങിക്കിടക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നായിട്ട് മാറിയിരിക്കുന്നു. കർഷകനും കർഷക തൊഴിലാളികൾക്കും കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാത്ത സംസ്ഥാനം കേരളമായിട്ട് മാറിയിരിക്കുന്നു. ക്ഷേമ പെൻഷൻ മാസാമാസം കൊടുക്കാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമായിട്ട് കേരള സംസ്ഥാനം മാറിയിരിക്കുന്നു. അതേ സംസ്ഥാനം ഓരോ ആഴ്ചയും 3000 കോടി രൂപ കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 3000 കോടി രൂപ ആഴ്ചയിൽ കടമെടുക്കുകയും ഇത്രയും കാലം കടമെടുത്ത് 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലാക്കുകയും ചെയ്ത ഈ സർക്കാർ ചെയ്യുന്നത് കടം വാങ്ങുന്ന 88% പൈസയും ഉപയോഗിക്കുന്നത് മുൻപ് വാങ്ങിയ കടം വീട്ടാൻ വേണ്ടിയാണ്. മുൻപ് വാങ്ങിയ കടം വീട്ടാൻ വേണ്ടി വാങ്ങുന്ന കടത്തിന്റെ 88% വിനിയോഗിക്കുന്ന അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടും സാമ്പത്തിക ഉത്തരവാദിത്വമില്ലായ്മയും നിലനിൽക്കുന്ന ഒരു ഭരണമാണ് ഈ കേരളത്തിലെ ഭരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ കുരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാല കണക്കെ കേരളത്തെ പിച്ചു ചീന്തി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി. പിണറായി വിജയൻ മാത്രമല്ല, ഇതിനു മുമ്പ് കേരളം ഭരിച്ച ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിമാരും AK ആന്റണിമാരും EK നയനാർമാരും അച്യുതാനന്ദന്മാരും എല്ലാവരും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ, കോൺഗ്രസ് ഭരണകൂടമായിക്കോട്ടെ, ഈ ഭരണകൂടങ്ങളുടെ പിടിപ്പുകേടും കഴിവുകേടും മാത്രമാണ് ഈ കേരളത്തെ ഇങ്ങനെ തകർക്കാൻ കാരണമെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഈ തിരിച്ചറിവിൽ നിന്നാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് ഒരു മുദ്രാവാക്യം വെച്ചത്. ആ മുദ്രാവാക്യമാണ് വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം. ആ വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യത്തെ ഇന്ന് രാഷ്ട്രീയ അതീതമായിട്ട് ഈ കേരളം ഏറ്റെടുത്തിരിക്കുകയാണ്. വികസിത കേരളം എന്നുള്ളത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുടെ മുദ്രാവാക്യമാണ്. വികസിത കേരളം എന്നുള്ളത് കോൺഗ്രസ് അനുഭാവികളുടെ മുദ്രാവാക്യമാണ്. വികസിത കേരളം എന്നുള്ളത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് ഉയർത്തിയ മുദ്രാവാക്യമാണെങ്കിൽ ഇന്ന് ഈ കേരളം രക്ഷപ്പെടണം, എന്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണം, എന്റെ കുടുംബം രക്ഷപ്പെടണം, എന്റെ നാട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സകല മലയാളിയുടെയും മുദ്രാവാക്യമായി വികസിത കേരളം എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യം മാറ്റപ്പെട്ടിരിക്കുകയാണ്. ആ വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം ഇൻക്ലൂസീവായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. സർവരെയും സ്വാംശീകരിക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. സർവാശ്ലേഷിയായ ഒരു മുദ്രാവാക്യമാണ്. സർവസ്പർശിയായ ഒരു മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യത്തിന് മതമില്ല, ജാതിയില്ല, വർഗമില്ല, വർണ്ണമില്ല, പ്രാദേശികതയില്ല. എല്ലാവരെയും നന്നാക്കുന്നതിന് വേണ്ടിയുള്ള മുദ്രാവാക്യം, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയുള്ള മുദ്രാവാക്യം. അതാണ് ഇന്ന് ഈ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മതേതര മുദ്രാവാക്യം ഏത് എന്ന് ചോദിച്ചാൽ ആ മുദ്രാവാക്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസിത കേരളം എന്ന മുദ്രാവാക്യമാണ് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മതേതര മുദ്രാവാക്യമെന്ന് ഞങ്ങൾ അഭിമാനത്തോട് പറയാൻ ആഗ്രഹിക്കുക. ആ മുദ്രാവാക്യവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ ജൈത്രയാത്ര നടത്തുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിനോട് പറഞ്ഞത് ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാനും അത് യാഥാർത്ഥ്യമാക്കുക, റിസൾട്ട് ഞങ്ങളെ വിജയിപ്പിക്കുക, ഞങ്ങളെ പരീക്ഷിക്കുക, ഞങ്ങളെ പരീക്ഷിച്ചിട്ട് ഞങ്ങൾ കൊള്ളാത്തതാണെങ്കിൽ ഞങ്ങളെ തള്ളിക്കളയും,
ഞങ്ങൾ ഈ പരീക്ഷണത്തിൽ വിജയിച്ചാൽ ഞങ്ങളെ കേരളം സ്വീകരിക്കണമെന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞത്. ഇന്ന് കേരളത്തിൽ അതിനു വേണ്ടിയുള്ള സമയം സമാഗതമായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് കേരളം ഞങ്ങളെ പരീക്ഷിക്കാൻ തയ്യാറായിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭരണം കൊടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരമായിട്ടുള്ള അനന്തപത്മനാഭന്റെ തിരുസന്നിധിയായ തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അധികാരം തന്ന കേരളം പറയുന്നത്, അതെ, നിങ്ങളെ ഞങ്ങൾ പരീക്ഷിക്കുകയാണ്, നിങ്ങൾ ഇതിൽ വിജയിക്കൂ എന്നാണ് പറയുന്നത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയിക്കാൻ സാധിക്കും. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭരണ നിർവഹണം എങ്ങനെ നടത്തണമെന്ന് നന്നായിട്ട് അറിയാവുന്ന പാർട്ടികളുടെ പേര് ഭാരതീയ ജനതാ പാർട്ടിയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ടിട്ടുള്ള ഏറ്റവും കരുത്തുറ്റ ഭരണാധിപരാര് എന്ന ചോദ്യം ലോകത്തെ ഏതൊരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും ആ കുട്ടി വിളിച്ചു പറയുന്ന പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന പേരാണ്. ലോകം കണ്ട ഏറ്റവും കരുത്തനായിട്ടുള്ള ഭരണാധിപൻ. ആ ഭരണാധിപൻ ഇന്ന് ഈ രാജ്യത്തിന്റെ മുഖം മാറ്റിയിരിക്കുന്നു, രാജ്യത്തിന്റെ രൂപം മാറ്റിയിരിക്കുന്നു. രാജ്യത്തിലെ ജനതയുടെ അന്തസ്സും ആഭിജാത്യവും അഭ്യുന്നതിയും ആകാശമുട്ട വളർത്തിയിരിക്കുന്നു. ഭാരതത്തിന്റെ പൗരന്മാർക്ക് ലോകത്തിന്റെ എവിടെയും ചെന്ന് നട്ടലുയർത്തി തല ഉയർത്തി നിന്നിട്ട് ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ മോദിയുടെ നാട്ടുകാരനാണ് എന്ന് പറയാൻ പറ്റുന്ന അഭിമാനബോധം ലഭ്യമാക്കിയ ഒരു ഭരണകൂടമാണ് കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ഭരണകൂടം. 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അധികാരമേൽക്കുമ്പോൾ ഈ രാജ്യം ലോകത്തിലെ 5 ദരിദ്ര നാരായണന്മാരുടെ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. 5 ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ 2014. 2014 തുടങ്ങി 2024 ആകുമ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ 10 വർഷം ഭരണം മുന്നോട്ട് പോയപ്പോൾ ഏകദേശം 3500 ദിവസം ഭരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട് മാറി. ലോകത്തിലെ ഏറ്റവും ദരിദ്രന്മാരുടെ 5 രാജ്യങ്ങളിൽ ഒന്നായിരുന്ന ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. ഇന്ന് ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ഇന്ത്യക്ക് മുകളിൽ ഇനി 3 രാജ്യങ്ങളേ ഉള്ളൂ. ഒന്ന് ജർമ്മനി, മറ്റൊന്ന് ചൈന, അത് കഴിഞ്ഞാൽ അമേരിക്ക. അമേരിക്കയും ചൈനയും ജർമ്മനിയും കഴിഞ്ഞാൽ ലോകത്തിലെ വൻ ശക്തി ഏത് എന്ന് ചോദിച്ചാൽ എന്റെയും നിങ്ങളുടെയും ഇന്ത്യയെന്ന് ലോകത്തുള്ള എല്ലാവർക്കും പറയാൻ പറ്റുന്ന അഭിമാനികളായിട്ടുള്ള ഇന്ത്യക്കാരനെ 3500 ദിവസം കൊണ്ട് സൃഷ്ടിച്ച അത്ഭുത പ്രതിഭാസത്തിന്റെ പേരാണ് എന്റെ പ്രിയപ്പെട്ടവരെ നരേന്ദ്ര ദാമോദർ ദാസ് മോദി. അത്ഭുത പ്രതിഭാസത്തിന്റെ പേരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ടിട്ടുള്ള ഏറ്റവും കരുത്തനായിട്ടുള്ള പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നരേന്ദ്ര ദാമോദർ ദാസ് മോദിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഈ രാജ്യം ഇന്നും കുതിക്കുകയാണ്. ഈ രാജ്യം ഇന്ന് സാമ്പത്തികമായി സ്വയം പര്യാപ്ത ഭൂമിയാണ്. ഒരു കാലത്ത് സ്വർണ്ണ ബോണ്ട് ഇന്ത്യയുടെ സ്വർണം മുഴുവൻ വിദേശത്ത് കൊണ്ട് പണയം വെച്ച് ജീവിക്കേണ്ടി വന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു നമ്മുടെ മുമ്പിൽ. ആ ഇന്ത്യ എനിക്കും നിങ്ങൾക്കും പരിചിതമായിട്ടുള്ള ഇന്ത്യയാണ്. ഞാനും നിങ്ങളും ജീവിച്ച ഇന്ത്യയിൽ തന്നെയാണ് ഇന്ത്യയുടെ സ്വർണ്ണ ബോണ്ട് പദ്ധതി, സ്വർണം കൊണ്ട് പണയം വെച്ച പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടത്. അമേരിക്കയുടെ ഗോതമ്പ് വന്നില്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന ഇന്ത്യക്കാരന്റെ ആ ഇന്ത്യ ഞാനും നിങ്ങളും ഓർക്കുകയാണ്. ഏറ്റവും കൂടുതൽ ദരിദ്ര നാരായണന്മാർ ജീവിക്കുന്ന രാജ്യമേത് എന്ന ചോദ്യത്തിന് ഉത്തരം ഇന്ത്യ എന്ന് എഴുതപ്പെട്ടത് ഞാനും നിങ്ങളും നമ്മുടെ പരീക്ഷാ പേപ്പറുകളിലായിരുന്നു. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമില്ലാത്ത നിരക്ഷരപക്ഷികൾ ജീവിക്കുന്ന ഭൂമി ഏത് എന്ന് ചോദിക്കുമ്പോഴും നമ്മൾ എഴുതിയിരുന്ന പേരുകളിൽ ഒന്ന് ഇന്ത്യ എന്നായിരുന്നു. ആ ഇന്ത്യ ഇന്ന് മാറുകയാണ്. ഇന്ത്യയുടെ മുഖം മാറുകയാണ്. ഇന്ത്യയുടെ പ്രസരിപ്പ് മാറുകയാണ്. ഇന്ത്യയുടെ പ്രതീക്ഷകൾ മാറുകയാണ്. ഇന്ത്യയുടെ സ്വപ്നങ്ങൾ മാറുകയാണ്. ഇന്ത്യ ഇന്ന് ലോകത്തിലെ വൻശക്തിയായിട്ട് മാറിയിരിക്കുന്നു. ആ വൻശക്തിയാക്കിയ മനുഷ്യൻ ഇന്ന് ആഗോള നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നരേന്ദ്രമോദി ആഗോള നേതാവായി മാറിയത് അദ്ദേഹത്തിന്റെ അച്ഛൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് കൊണ്ടല്ല. നരേന്ദ്രമോദി ആഗോള നേതാവായത് അദ്ദേഹത്തിന്റെ അമ്മൂമ്മ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് കൊണ്ടല്ല. നരേന്ദ്രമോദി ആഗോള നേതാവായത് അദ്ദേഹത്തിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് കൊണ്ടല്ല. നരേന്ദ്രമോദി ആഗോള നേതാവായത് അദ്ദേഹത്തെ ഭരിക്കാൻ ഏൽപ്പിച്ച ഇന്ത്യയിൽ 140 കോടി ജനതയുടെ അന്തസ് ആഗോള തലത്തിലേക്ക് ഉയർത്തിയത് കൊണ്ടാണ്
അദ്ദേഹം കൊട്ടാരത്തിൽ ജനിച്ചവനായിരുന്നില്ല, സ്വർണ്ണക്കരണ്ടിയുമായിട്ട് പിറന്നവരായിരുന്നില്ല. ദാരിദ്ര്യത്തിന്റെയും കഷ്ടതയുടെയും യാതനയുടെയും ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും കയത്തിലൂടെ ശൈശവകാലത്തിൽ നീന്തിക്കയറിയ കരുത്തനായിട്ടുള്ള ഒരു സാധാരണക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അമ്മ അടുത്ത വീടുകളിൽ ചെന്ന് കൂലിപ്പണി ചെയ്ത് പാത്രം കഴിയും അടിച്ചുവാരിയും കൊണ്ടുവരുന്ന പണം കൊണ്ടാണ് അദ്ദേഹത്തെ വളർത്തിയത്, പഠിപ്പിച്ചത്. പഠനം ഒരു ഭാഗത്തെത്തിയപ്പോൾ പഠനം മുടങ്ങി. ആ സമയത്ത് സ്വയം ജോലിക്ക് പോയി, കൂലിപ്പണിക്ക് പോയി. അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് അഹമ്മദാബാദിലെ റെയിൽവേ സ്റ്റേഷനിൽ ചായ ചായ കാപ്പി കാപ്പി എന്ന് പറഞ്ഞ് ചായയും കാപ്പിയും വിറ്റ് കിട്ടുന്ന തുട്ടുകാശുകൾ കൊണ്ട് സ്വന്തം ജീവിതം കരുപിടിപ്പിച്ച ആ യുവാവാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി. അദ്ദേഹത്തിന് ഈ രാജ്യത്തിന്റെ കഷ്ടതയറിയാം, ഈ രാജ്യത്തിന്റെ അമ്മമാരുടെ ധൈര്യതയറിയാം. ഈ രാജ്യത്തിലെ സാധാരണക്കാരന് കുടിവെള്ളം കിട്ടിയില്ലെങ്കിൽ അതിനുള്ള വിഷമം എന്താണെന്നറിയാം. സാധാരണക്കാരന്റെ അടുപ്പുകളിൽ വെക്കുന്ന അടുപ്പുകൾ പുകയുന്ന സമയത്ത് അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് സാധാരണക്കാരന് അസുഖം വന്നാൽ ചികിത്സിക്കാൻ പണമില്ലാതെ വേവലാതിപ്പെട്ട് വലയുന്നതിന്റെ ദുരിത ചിത്രം അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി, ഇനി എന്റെ മക്കൾക്ക് മാസപ്പടിയും എന്റെ കുടുംബത്തിനെ സംരക്ഷിച്ചും ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം എന്ന ചിന്തയല്ല അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹം ആദ്യമെടുത്ത തീരുമാനമെന്താ? ഈ രാജ്യത്തിലെ സകല വീടുകളിലും ശൗചാലയം സ്ഥാപിക്കണം, ഇന്ത്യയിലെ സ്ത്രീത്വത്തിന്റെ അഭിമാനം സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ 12 കോടി വീടുകൾക്ക് ശൗചാലയം വെച്ചുകൊടുത്ത് വിപ്ലവകരമായിട്ടുള്ള തീരുമാനമെടുത്ത് പിണറായി വിജയനെ കൊണ്ട് വെളിയിട വിസർജ്യ വിമുക്ത സംസ്ഥാനമായിട്ട് പിണറായി വിജയനെ കൊണ്ട് പ്രഖ്യാപിപ്പിച്ചത് നരേന്ദ്രമോദിയുടെ പദ്ധതി പ്രകാരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ കേരളം ആ രീതിയിലേക്ക് കുതിച്ചു. ഈ കേരളത്തിലെ എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ, 18 രൂപയ്ക്ക് ഇൻഷുറൻസ്, 238 രൂപയ്ക്ക് ഇൻഷുറൻസ്. ഈ രാജ്യത്തിലെ സാധാരണക്കാരനും ഇൻഷുറൻസ് പരിരക്ഷ. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും കോടീശ്വരന്മാർക്കും ലക്ഷപ്രഭുക്കൾക്കും മാത്രമായിരുന്നു നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നതെങ്കിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഏറ്റവും സാധാരണക്കാർക്ക്, ഏറ്റവും ദരിദ്രന്മാർക്ക് അവന് കിട്ടുന്ന ഒരു മാസത്തെ ശമ്പളത്തിൽ നിന്ന് 18 രൂപ മാറ്റിവെച്ചാൽ, 28 രൂപ മാറ്റിവെച്ചാൽ, ഒരു വർഷം 28 രൂപ മാറ്റിവെച്ചാൽ 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കിട്ടുന്ന പരിരക്ഷ നരേന്ദ്രമോദി ഈ രാജ്യത്ത് കൊണ്ടുവന്നു. ഈ രാജ്യത്ത് കഴിഞ്ഞ 7 വർഷമായിട്ട് നരേന്ദ്ര ദാമോദർ ദാസ് മോദി 5 കിലോ അരിയും ഗോതമ്പും ഈ രാജ്യത്തിലെ 82 കോടി വരുന്ന കാർഡുടമകൾക്ക് സൗജന്യമായിട്ട് നൽകുകയാണ് നരേന്ദ്രമോദി സർക്കാർ. ഈ രാജ്യത്ത് ഭക്ഷണം കിട്ടാതെ ഒരു മനുഷ്യനും വലയാൻ പാടില്ല, പട്ടിണി കാരണം ഒരു മനുഷ്യനും മരിക്കാൻ പാടില്ല, പട്ടിണി കൊണ്ട് ഒരു മനുഷ്യനും കരയാൻ പാടില്ല എന്ന ആഗ്രഹമുള്ള പട്ടിണികളെന്ന് ശീലിച്ച നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന്റെ സ്വപ്നമതായിരുന്നു പട്ടിണി കൊണ്ട് ഇന്ത്യയിൽ ആരും മരിക്കരുത്. അതുകൊണ്ട് കഴിഞ്ഞ 7 വർഷമായിട്ട് സൗജന്യമായിട്ട് അരി കൊടുക്കുന്നു ഈ രാജ്യത്ത്. സാധാരണക്കാരന് വീട് കൊടുത്തു. 5 കോടി വീടുകളാണ് പാവപ്പെട്ടവന് ലഭ്യമാക്കിയിരിക്കുന്നത്. വീട് മാത്രമല്ല കൊടുത്തത്, വീട് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീട് മാത്രമല്ല നൽകിയത്, വീട്ടിനകത്ത് പാചകവാതക സിലിണ്ടർ, അതിദരിദ്രർക്ക് പാചകവാതക സിലിണ്ടർ കൊണ്ടുവച്ചു കൊടുത്തു. പാവപ്പെട്ടവന്റെ എല്ലാവരുടെയും വീട്ടിൽ സൗജന്യമായിട്ട് കുടിവെള്ളം, ഒരു ടാപ്പും വെള്ളവും എത്തിക്കുന്ന പദ്ധതി നരേന്ദ്രമോദി കൊണ്ടുവന്നു. അവിടെയുള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. കർഷകനായിട്ട് 3 സെന്റ് ഭൂമിയെങ്കിലും ഉള്ളവർക്ക് 4 മാസത്തിലൊരിക്കൽ 2000 രൂപ കൊടുക്കുന്ന കാർഷിക സമ്മാൻ നിധി നരേന്ദ്രമോദി കൊണ്ടുവന്നു. കൊച്ചു പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് സുകന്യാ സമൃദ്ധി യോജന നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നു. പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് പരിരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നു. ഈ രാജ്യത്തിലെ സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്ന് പറഞ്ഞാൽ മുമ്പ് കൊണ്ടുവന്നത് ഏറ്റവും അതിദരിദ്രരായിട്ടുള്ളവർക്കാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി കൊണ്ടുവന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി അതിനേക്കാൾ വിപ്ലവകരമായിട്ടുള്ളൊരു സമീപനം എടുത്തിരിക്കുന്നു. 70 കഴിഞ്ഞ എല്ലാവർക്കും ദരിദ്ര മേഖലയ്ക്ക് താഴെയുള്ളവരാണോ മുകളിലുള്ളവരാണോ എന്ന ഭേദമില്ലാതെ, പണക്കാരനാണോ പാമരനാണോ എന്ന ഭേദമില്ലാതെ എല്ലാവർക്കും, 70 കഴിഞ്ഞ എല്ലാ ഗുരുനാഥന്മാർക്കും, എല്ലാ അമ്മമാർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതി, 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ. അതെന്തോ ഒരു ആശ്വാസമാണ്. 500 രൂപ പോലും കയ്യിലെടുക്കാനില്ലാതെ
ഒരു അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകാൻ 500 രൂപ കയ്യിലെടുക്കാനില്ലാത്തവർ, 50 രൂപ കയ്യിലെടുക്കാനില്ലാത്തവർ എന്റെയും നിങ്ങളുടെയും ബന്ധുക്കളുണ്ട്, എന്റെയും നിങ്ങളുടെയും നാട്ടുകാരുണ്ട്. അങ്ങനെയുള്ളവരെ തിരിച്ചറിയുന്ന പ്രധാനമന്ത്രി രാജ്യത്തുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, 50 അല്ല, 500 അല്ല, 5000 അല്ല, 50,000 അല്ല, 5 ലക്ഷം രൂപ ഒരു വർഷം. 70 കഴിഞ്ഞ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു അസുഖം വന്നാൽ അവനെ ഏത് ആശുപത്രിയിൽ കൊണ്ട് ചികിത്സിപ്പിച്ചാലും ഓരോ വർഷവും അവർക്ക് 5 ലക്ഷം രൂപ വരെ നൽകുന്ന ആയുഷ്മാൻ ഭാരത് അമേരിക്കയ്ക്കോ സ്വിറ്റ്സർലൻഡിനോ ഓസ്ട്രേലിയക്കോ ജപ്പാനോ ചൈനയ്ക്കോ അമേരിക്കയ്ക്കോ പോലും നൽകാൻ കഴിയാത്ത വിപ്ലവകരമായിട്ടുള്ള പരിരക്ഷ ഈ രാജ്യത്തിലെ 70 കഴിഞ്ഞ ഗുരുനാഥന്മാർക്കും അമ്മമാർക്കും നൽകിയ ആ വിപ്ലവ പിണറായി വിജയൻ സർക്കാർ അത് നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല. പിണറായി വിജയൻ സർക്കാരും മമതാ ബാനർജിയുമാണ് അത് നടപ്പാക്കാത്ത ഇന്ത്യയിലുള്ള 2 സംസ്ഥാനക്കാർ. ഇതിനു മുമ്പ് ഒറീസയിൽ നടപ്പാക്കിയിരുന്നില്ല, അതിനു മുമ്പ് ഡൽഹിയിൽ നടപ്പാക്കിയില്ല. കഴിഞ്ഞ ഒറീസ തെരഞ്ഞെടുപ്പ് വേളയിൽ ഭാരതീയ ജനതാ പാർട്ടി അമിത്ഷായും നരേന്ദ്രമോദിയും ഒറീസയിലെ ജനതയോട് പറഞ്ഞു, 70 കഴിഞ്ഞവർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി ഈ ഒറീസയിൽ നടപ്പാക്കണോ, ബിജെപിയെ വിജയിപ്പിക്കൂ എന്ന് പറഞ്ഞു. ഒറീസയിലെ ജനത മുഴുവൻ, അവിടുത്തെ കുട്ടികളും വൃദ്ധരും അതോടൊപ്പം തന്നെ യുവാക്കളും എല്ലാവരും ചേർന്ന് ബിജെപിക്ക് വോട്ട് ചെയ്തു, എൻഡിഎക്ക് വോട്ട് ചെയ്തു. ഒറീസയിൽ ബിജെപി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ബിജെപി ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ആദ്യം എടുത്ത തീരുമാനം 70 കഴിഞ്ഞ എല്ലാവർക്കുമുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി ഒറീസയിൽ നടപ്പാക്കിക്കൊണ്ട് ആദ്യത്തെ തീരുമാനമായിട്ട് അതെടുത്തു. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി ഒരു വേഴവട്ടത്തിലേറെ ഭരിച്ച ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പാക്കാൻ തയ്യാറായില്ല. അവിടെയും ബിജെപി ഡൽഹിയിലെ ജനങ്ങളോട് പറഞ്ഞത്, ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പാക്കണമെങ്കിൽ താമരക്കോട്ട് ചെയ്യൂ, ബിജെപിയുടെ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കൂ എന്ന് പറഞ്ഞു. ഡൽഹിയിലെ ജനതയും ഒറ്റക്കെട്ടായി താമരക്കോട്ട് ചെയ്തു. ബിജെപിയുടെ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നു. ബിജെപിയുടെ മുഖ്യമന്ത്രി എടുത്ത ആദ്യ തീരുമാനം ഡൽഹിയിലെ 70 കഴിഞ്ഞ എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഞങ്ങൾ കേരളത്തിൽ പറയുന്നു, കേരളത്തിന്റെ വികസനത്തിന് ആദ്യം സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ഗുരുനാഥന്മാരെയാണ്, അമ്മമാരെയാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഈ കേരളത്തിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി കൊണ്ടുവരണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു ഭരണകൂടം ഈ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി വരേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി വോട്ട് ചെയ്യണമെന്നാണ് ഈ കേരളത്തിലെ ജനതയോട് ഭാരതീയ ജനതാ പാർട്ടി അഭ്യർത്ഥിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് പദ്ധതി കേവലം 70 കഴിഞ്ഞവർക്ക് മാത്രം ആശ്വാസം നൽകുന്നതല്ല, അവരുടെ കുടുംബങ്ങൾക്കാണ് ഏറെ ആശ്വാസം നൽകുന്നത്. 70 കഴിഞ്ഞവരെ ശുശ്രൂഷിക്കേണ്ട, 70 കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള സാമ്പത്തികം ചെയ്യേണ്ട ആ മക്കൾക്കും അതോടൊപ്പം തന്നെ കൊച്ചുമക്കൾക്കുമാണ് ഈ പദ്ധതി ഏറെ ആശ്വാസം നൽകുന്നത്. അതുകൊണ്ട് ഇതൊരു ജനകീയ പദ്ധതിയാണ്, ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന പദ്ധതിയാണ്. ഈ പദ്ധതി അട്ടിമറിക്കുന്നത് ജനവഞ്ചനയാണ്, ജനദ്രോഹമാണ്, മനുഷ്യത്വരഹിതമാണ്, മാനവികതയോടുള്ള വെല്ലുവിളിയാണ് എന്ന് പിണറായി വിജയന്മാരോടും വി.ഡി. സതീശന്മാരോടും പറയുവാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഈ രാജ്യത്തെ ലോകത്തിലെ വൻ ശക്തിയാക്കി മാറ്റുക മാത്രമല്ല ചെയ്തത്, ഈ രാജ്യത്തിലെ ദരിദ്ര ജനവിഭാഗങ്ങളുടെ മനസ്സിലേക്ക് പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നൽകുവാൻ കരുത്തുള്ള ഒരു ഭരണമായിട്ട് കൂടി മാറി. ഇന്ന് ഈ രാജ്യത്തിലെ 37 കോടി വരുന്ന ആൾക്കാർ, 37 കോടി വരുന്ന ജനത അതിദരിദ്ര മേഖലയിൽ നിന്ന് മുക്തമാക്കപ്പെട്ട ഒരു ഭൂമിയാണ് ഇന്ത്യ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. 37 കോടി ജനതയെ അതിദരിദ്രത്തിൽ നിന്ന് മുക്തമാക്കുവാൻ നരേന്ദ്രമോദി എടുത്ത ദിവസം 3500 ദിവസമാണ്. 37 കോടി വരുന്ന ഇന്ത്യക്കാരനെ ദാരിദ്ര്യ രേഖയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്താൻ 3500 ദിവസം കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞു. 65 വർഷക്കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന് അവരുടെ ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഉയർത്തുവാൻ മാത്രമേ അവരുടെ ഭരണം കൊണ്ട് സാധിച്ചുള്ളൂ എങ്കിൽ നരേന്ദ്രമോദി 3500 ദിവസം കൊണ്ട് 37 കോടി വരുന്ന ഇന്ത്യക്കാരനെ ദരിദ്രമുക്തമാക്കിയ വിപ്ലവകാരിയാണ്. അതാണ് ബിജെപി, അതാണ് ബിജെപിയുടെ ഭരണ മികവ്, അതാണ് ബിജെപിയെ സ്വീകരിക്കാനും ബിജെപിയെ ഉൾക്കൊള്ളാനും ബിജെപിയെ പിന്തുണയ്ക്കാനും ബിജെപി അധികാരത്തിലേറ്റാനും അധികാരത്തിലെത്തിയ സ്ഥലങ്ങളിൽ വീണ്ടും അധികാരത്തിലേറ്റാനും വീണ്ടും അധികാരത്തിലെത്തിയ സ്ഥലങ്ങളിൽ വീണ്ടും അധികാരത്തിലേറ്റാനും ഓരോ സംസ്ഥാനങ്ങളും തയ്യാറാകുന്നത് മികവിന്റെ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി, കരുത്തിന്റെ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി, പറയുന്ന
ബോധ്യവും ഈ നാടിനുണ്ടായതുകൊണ്ട് ഇന്ന് BJP ഇന്ത്യയിൽ 22 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ്. ഇന്ത്യയിൽ 22 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MP-മാരുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MLA-മാരുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ രാജ്യത്തെ അനിഷേധ്യമാർന്ന ശക്തിയാണ്. പക്ഷേ അനിഷേധ്യമാർന്ന ശക്തിയാകുമ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവൃത്തി ഒരു സേവനത്തിന്റെ മനോഭാവമുള്ള പ്രവൃത്തിയാണ്. അഹങ്കാരത്തിന്റെ ഭാഷയല്ല. പിണറായി വിജയന്റെ മാടമ്പിത്തരമല്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ അഹങ്കാരമല്ല. PD സതീശന്റെ മാടമ്പിത്തരം BJP-യിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. പിണറായി വിജയന്റെ മാടമ്പിത്തരം BJP-യിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഇന്ത്യയുടെ ലോക നേതാവായിട്ടുള്ള നരേന്ദ്ര ദാമോദർ ദാസ് മോദി പറയുന്നത് ഞാൻ പ്രധാനമന്ത്രിയല്ല, ഞാൻ പ്രധാന സേവകനാണ് എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആഗോള നേതാവായിട്ടുള്ള നരേന്ദ്രമോദി ഈ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത്. ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടക്കുന്ന സമയത്ത് പാർലമെന്റിൽ ചെന്ന് സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ഈ ജനാധിപത്യത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുന്ന ആ മഹത്വമുണ്ടല്ലോ, ആ മഹത്വം അനന്യമായിട്ടുള്ള ഒരു സംസ്കാരമാണ്. ആ സംസ്കാരമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്കാരം. എല്ലാത്തിനെയും വിനീതമായിട്ട് സ്വീകരിക്കാനും എല്ലാത്തിനോടും സമർപ്പണമായി ഇടപെടാനും സമർപ്പിതമായി ഇടപെടാനും സേവനമാണ് തന്റെ ലക്ഷ്യമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അധികാര സ്ഥാനത്തിരിക്കുന്നവൻ ജനസേവകനാണ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അഹങ്കാര വിമുക്തമാർന്ന സേവനയുക്തമാർന്ന ഒരു പാരമ്പര്യമാണ് പ്രിയപ്പെട്ടവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിനാണ് ഇന്ന് ഈ രാജ്യം അംഗീകാരം നൽകി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരുവനന്തപുരം നഗരം ലഭിച്ചപ്പോൾ ആ BJP-യുടെ ആ സമ്മേളനം BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ വിളിച്ചിട്ട് നരേന്ദ്രമോദി അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചു. ആ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് ഫോണിൽ സംസാരിച്ചു. ആ ഫോണിൽ സംസാരിച്ചത് നിങ്ങളൊക്കെ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അഭിനന്ദനങ്ങൾ പറഞ്ഞു. നരേന്ദ്രമോദി ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അഭിനന്ദനങ്ങൾ പറഞ്ഞു. അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞത് 1987 ഗുജറാത്തിൽ ഞങ്ങൾ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയുടെ മേയർ സ്ഥാനം പിടിച്ചുകൊണ്ടാണ് ഗുജറാത്തിന്റെ ജൈത്രയാത്ര ആരംഭിച്ചത്. 1987 ഗുജറാത്തിന്റെ അഹമ്മദാബാദിൽ എന്താണോ സംഭവിച്ചത് അതാണ് ഇന്ന് തിരുവനന്തപുരത്ത് BJP അധികാരം പിടിച്ചതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം ഗുജറാത്തിൽ എന്താണോ ഉണ്ടായത് അതാണ് ഇനി കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന സന്ദേശമാണ് നരേന്ദ്രമോദി നൽകിയത്. അതിനുശേഷം ഗുജറാത്തിൽ ഉണ്ടായതെന്താ? BJP അല്ലാതെ ഒരു പാർട്ടിയും ഗുജറാത്ത് അതിനുശേഷം ഇന്നേ വരെ ഭരിച്ചിട്ടില്ല എന്നതാണ് 1987 അഹമ്മദാബാദ് പിടിച്ചതിന് ശേഷമുള്ള ഗുജറാത്തിന്റെ രാഷ്ട്രീയമെങ്കിൽ 2025 കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം പിടിച്ചുകൊണ്ട് ആരംഭിച്ചിരിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയം ഭാരതീയ ജനതാ പാർട്ടിയുടെ നാളുകളാണ് ഇനി നാളെയുടെ കേരളത്തിന്റെ രാഷ്ട്രീയമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതാണ് എന്ന സന്ദേശം. അതാണ് നരേന്ദ്രമോദിയുടെ സന്ദേശം. ആ സന്ദേശമാണ് എനിക്കും നിങ്ങൾക്കും കരുത്തു പകരുന്ന സന്ദേശം. ഇവിടെ കേരളത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെയും കോൺഗ്രസ് പാർട്ടിക്കാരെയും കുറിച്ച് എന്താ പറയേണ്ടത്? ഈ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കൊണ്ട് ഈ കേരളത്തിന് എന്താണ് ഗുണം? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണ്ടേ. ഈ കേരളത്തിന് നയാ പൈസയുടെ ഗുണമില്ലാത്ത ഈ സാധനങ്ങളെ ചുമന്നുകൊണ്ട് നടന്ന് നാറുന്നത് എന്തിനാണ് ഈ കേരളം എന്ന ചിന്ത ഇന്ന് ശക്തിപ്പെടുകയാണ്, ഘനീഭവിക്കപ്പെടുകയാണ്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP അപ്രതീക്ഷിതമായിട്ടുള്ള ചില മേഖലകളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി. ഞങ്ങൾ പഠിച്ച സമയത്ത് മനസ്സിലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് സഖാക്കന്മാർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർമാരും ഏരിയ കമ്മിറ്റി മെമ്പർമാരും ഒക്കെ അരിവാളും ചുറ്റികയ്ക്കും വോട്ട് പിടിക്കാൻ ഇറങ്ങിയതെങ്കിലും വോട്ട് ചെയ്തത് താമര ചിഹ്നത്തിനായിരുന്നു എന്ന് മനസ്സിലായ കുറെ സ്ഥലങ്ങളുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ കുടുംബങ്ങൾ മുഴുവൻ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ഒട്ടനവധി പ്രദേശങ്ങൾ തൃശൂരിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും അതോടൊപ്പം തന്നെ ആലപ്പുഴയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. BJPക്ക് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ഇന്ന് കോൺഗ്രസുകാർക്ക് മടിയില്ല.
താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് മടിയില്ല. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് മടിയില്ല. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള മുസ്ലിം സഹോദരന്മാർക്കും ഇന്ന് മടിയില്ലാത്ത പുതിയൊരു കേരളത്തിന്റെ ആവിർഭാവമാണ് നമ്മൾ കാണുന്നത്. ഈ നാടിനെ സ്നേഹിക്കുന്നവർ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. താമര ചിഹ്നത്തിനോട് മുമ്പുണ്ടായിരുന്ന അലർജിയും താമര ചിഹ്നത്തിനോട് മുമ്പുണ്ടായിരുന്ന വെറുപ്പും താമര ചിഹ്നത്തെ ഒരു തീണ്ടാപ്പാടകരയിലേക്ക് അകലത്തേക്ക് മാറ്റിയ പഴയ സമീപനങ്ങൾ അവസാനിക്കുകയാണ്. ഇന്ന് താമര എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രതീക്ഷയുടെ പൂവായി അനുഭൂതിയായി ഈ കേരളത്തിലും രൂപാന്തരപ്പെടുകയാണ്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും കോൺഗ്രസ് പാർട്ടിക്കാരും BJP-യെ വിമർശിക്കാനായിട്ട് പറഞ്ഞിരുന്നു, BJP എന്ന് പറയുന്നത് വർഗീയ പാർട്ടിയാണെന്ന്. ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും BJP വർഗീയ പാർട്ടി എന്ന് പറയാൻ സാധ്യമല്ല. കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത്, അത് മിസോറാം ആകട്ടെ, മേഘാലയ ആകട്ടെ, നാഗാലാൻഡ് ആകട്ടെ, ആസാം ആകട്ടെ, ഗോവയാകട്ടെ, ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള എല്ലാ സംസ്ഥാനവും ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. BJP ഒരു വർഗീയ പാർട്ടിയാണെങ്കിൽ ഈ രാജ്യത്തിലെ ക്രിസ്ത്യൻ സഹോദരന്മാർ ഭാരതീയ ജനതാ പാർട്ടിയെ ഒന്നല്ല, ആസാമിലും മിസോറാമിലുമൊക്കെ 2ഉം 3ഉം വട്ടമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആവർത്തിച്ച് BJP-ക്ക് അധികാരം നൽകി ഇന്ത്യയിലെ ക്രിസ്ത്യൻ സഹോദരന്മാർ അവരുടെ BJP-യോടുള്ള ഉറച്ച വിശ്വാസം ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയായി ഈ രാജ്യത്ത് മുദ്രകുത്തിയിരിക്കുന്നു. ഈ രാജ്യത്ത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വിള്ളലുണ്ടാക്കിയിട്ട് സവർണാധിപത്യത്തിന്റെ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് ഇന്നലകളിൽ പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളും കോൺഗ്രസ് സുഹൃത്തുക്കളുമുണ്ട്. അവർക്കും ഉത്തരം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഈ രാജ്യത്ത് 62% പട്ടികവർഗ ജനവിഭാഗമുള്ള ത്രിപുര, 25 വർഷക്കാലം കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ച ത്രിപുര ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നു. അവിടെ 62% വരുന്ന പട്ടികവർഗ ജനവിഭാഗങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി വോട്ട് ചെയ്തു. ഒറീസയിൽ പട്ടികവർഗ വോട്ട് അതിഗണനീയമാണ്. ഒറീസ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നു. ബീഹാർ പട്ടികവർഗ വോട്ട് ഏറെയുള്ളതാണ്, BJP ഭരിക്കുന്നു. ഛത്തീസ്ഗഡ് പട്ടികവർഗ വോട്ട് ഏറെയുള്ളതാണ്, BJP ഭരിക്കുന്നു. പട്ടികവർഗ ജനവിഭാഗങ്ങൾ, പട്ടികജാതി ജനവിഭാഗങ്ങൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പമാണ്. അതുകൊണ്ട് സവർണാധിപത്യത്തിന്റെ പാർട്ടി എന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ പറയുക ഇനി സാധ്യമല്ല. ഈ ഇന്ത്യ മഹാരാജ്യത്ത് 2 രാഷ്ട്രപതിമാരെ നരേന്ദ്രമോദി വന്നതിന് ശേഷം 2 പുതിയ രാഷ്ട്രപതിമാരുണ്ടായി. ആദ്യം നരേന്ദ്രമോദി വന്നതിന് ശേഷം വന്ന രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ്. ഈ രാജ്യത്തിലെ പട്ടികജാതി ജനവിഭാഗങ്ങളുടെ അനിഷേധ്യരായിട്ടുള്ള നേതാവ്. ഒരു ദരിദ്ര കുടുംബത്തിൽ പിറന്ന രാംനാഥ് കോവിന്ദ് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിട്ട് വന്നു. ഈ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ വെച്ച ഒരു വലിയ മാതൃകയായിരുന്നു. അതിനുശേഷം ദ്രൗപദി മുർമു ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാണ്. ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട, വനാന്തരങ്ങളിൽ ജീവിച്ച് ആ രീതിയിൽ അവിടെ ജനിച്ച് അവിടെ നിന്ന് വളർന്നു വന്ന ഒരു മഹതിയാണ്. അങ്ങനെയുള്ള ആ മഹതിയുടെ ജാതി വിഭാഗത്തിന് 2% വോട്ട് പോലും ഇന്ത്യ മഹാരാജ്യത്തില്ല. അതുകൊണ്ട് വോട്ടിന് വേണ്ടിയുള്ള പ്രീണനമല്ലായിരുന്നു. പകരം ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ മഹത്വം ലോകത്തിന്റെ മുമ്പിൽ അറിയിക്കാൻ സാധിച്ചതാണ്. വനാന്തരങ്ങളിൽ ജനിച്ചു വളർന്ന ഒരു ദ്രൗപദി മുർമു എന്ന് പറയുന്ന മഹതിയെ ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതി ഭവന്റെ സിംഹാസനത്തിൽ ഇരുത്തിക്കൊണ്ട് ഈ രാജ്യത്തിലെ 144 കോടി മനുഷ്യരിൽ ഒന്നാമതാക്കി ആ മഹതിയെ മാറ്റിയതിലൂടെ ഭാരതീയ ജനതാ പാർട്ടി ചെയ്തത്. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സാമൂഹിക സമരസഭ. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനാധിപത്യ മഹത്വം. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സാമൂഹ്യ നവോത്ഥാനം. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സെക്യുലറിസം. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രതീകങ്ങൾ. ഇതൊക്കെയാണ്. ഈ പ്രതീകങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിൽ വെക്കാൻ BJP-ക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ആ BJP-യാണ് പറയുന്നത് കേരളത്തിലെ മാറ്റം അനിവാര്യമാണ്. കേരളത്തിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഇന്ന് നടന്നിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ചിലതൊക്കെ ഷോൺ സൂചിപ്പിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശബരിമല കൊള്ളയാണ് ഈ കേരളം കണ്ട ഏറ്റവും അതിഭീകരമായിട്ടുള്ള ഒരു കൊള്ള. ഇതിന് സമാനമായിട്ടുള്ള കൊള്ള ഇന്ത്യയിലോ ലോകത്തോ ഒരിടത്തും നടന്നിട്ടില്ല. അങ്ങനെ സ്വന്തം ക്ഷേത്രങ്ങൾ, ഒരു വിശ്വാസ സമൂഹത്തിന്റെ ക്ഷേത്രങ്ങൾ ഭരണകൂടം കൊള്ളയടിക്കുക എന്ന് പറയുന്നത് പണ്ട് മുഗൾ രാജാക്കന്മാർ വന്ന സമയത്ത്
മുഗൾ രാജാക്കന്മാർ ഈ രാജ്യത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച ചരിത്രം ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ട്. ആ ചരിത്രത്തിന് ശേഷം സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ക്ഷേത്രക്കൊള്ള നടന്നിട്ടില്ല. ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ക്ഷേത്രക്കൊള്ള നടന്നതായി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ വരുന്നത് എന്താ? മുഗളന്മാരെ വെല്ലുന്ന, അതിനേക്കാൾ നികൃഷ്ടമായ, അതിനേക്കാൾ വികൃതമായ, അതിനേക്കാൾ പ്രാകൃതമായ, അതിനേക്കാൾ അധപ്പതിച്ച ആൾക്കാരായിട്ട് ഈ കേരളത്തിലെ ഭരണകൂടങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ പ്രധാന ലക്ഷ്യം ക്ഷേത്രം കൊള്ളയായിരുന്നു. ക്ഷേത്രക്കൊള്ള കഴിഞ്ഞ 10-30 വർഷക്കാലമായിട്ട് അഭംഗുരമായിട്ട് തുടരുകയാണ്. ആ തുടർച്ചയിൽ കോൺഗ്രസ് കാലഘട്ടത്തിലുള്ള ശിവകുമാർ എന്ന് പറയുന്ന മന്ത്രി ആ കൊള്ള സംഘത്തിന്റെ കാവലാളായിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് ഭരണകാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഈ കൊള്ള സംഘത്തിൽ അംഗങ്ങളായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേവസ്വം പ്രസിഡന്റുമാർ ആ കൊള്ള സംഘത്തിൽ അംഗങ്ങളായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാസവനും കടകംപള്ളി സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ ആ കൊള്ള സംഘത്തിലെ ഭാഗമാക്കായിരുന്നു. അവിടെ കൊണ്ടും തീരുന്നില്ല. ഈ കൊള്ള സംഘം കവർന്നെടുക്കുന്ന അമൂല്യമായിട്ടുള്ള ക്ഷേത്ര വിഗ്രഹങ്ങൾ, ആ ക്ഷേത്ര വിഗ്രഹങ്ങൾ വിൽക്കാനായിട്ട് ഇറ്റലിക്കാരി മദാമയുടെ മുമ്പിൽ കൊള്ള സംഘ തലവന്മാർ ചെന്നു നിൽക്കുന്ന ചിത്രം അത് ദയനീയമാണ്. എന്റെ കോൺഗ്രസുകാരാ, അത് ദയനീയമാണ്. ഇറ്റലിക്കാരി മദാമ സോണിയ അന്തോണോ മെയ്നോയുടെ സഹോദരി അങ്ങ് ഇറ്റലിയിൽ ഒരു വലിയ കച്ചവടം നടത്തുന്നുണ്ട്. ആ കച്ചവടത്തിൽ വിൽക്കുന്ന ചരക്കെന്താണെന്നറിയാമോ? ഈ രാജ്യത്തിൽ അമൂല്യമായിട്ടുള്ള ക്ഷേത്ര വിഗ്രഹങ്ങളും ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ ആരാധനാലയങ്ങളിൽ ഉപയോഗിക്കുന്ന പൂർവിക സ്വത്തുമാണ് ആ മദാമയുടെ സഹോദരി ഇറ്റലിയിൽ വിൽക്കുന്ന ആ കടയിലെ ഏറ്റവും വലിയ കച്ചവട ചരക്ക്. അങ്ങനെ ഈ ശബരിമലയിലെ ദേവസ്വം വസ്തുക്കൾ, ശബരിമലയിലെ ശ്രീകോവിലിൽ പവിത്രമായിട്ട് കരുതുന്ന കാര്യങ്ങൾ, ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും കടകംപള്ളി സുരേന്ദ്രനും സംഘവും അടൂർ പ്രകാശം സംഘവും കൊണ്ടുപോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഇതെല്ലാം അങ്ങ് ഇറ്റലി വരെ പോയിരിക്കുന്ന അന്താരാഷ്ട്ര ബന്ധത്തിലേക്കാണ് ഇന്ന് വിരൽ ചൂണ്ടുന്നത്. ഇത്രയും ഞാനും നിങ്ങളും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെയുള്ള സംയുക്തമായിട്ടുള്ള ഒരു കൊള്ള പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്ന് ഹൈക്കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൈക്കോടതി BJP ഇതിനെക്കുറിച്ച് പറഞ്ഞത് കുറുവാ സംഘം എന്നാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരനും ചേർന്നുള്ള കുറുവാ സംഘമാണ് ഈ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചത് എന്നാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിനോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് 3 ആഴ്ച കഴിഞ്ഞു. ഇന്ന് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ഇവിടെ ഒരു സംയുക്ത കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇവിടെ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഈ കൊള്ള സംഘത്തിൽ എല്ലാവരും പങ്കാളിയാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ കുറുവാ സംഘമുണ്ടല്ലോ, ഇവിടുത്തെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും സോണിയായും പിണറായി വിജയനും എല്ലാവരും അടങ്ങുന്ന കുറുവാ സംഘം, ആ കുറുവാ സംഘത്തെ ഇന്ന് ഹൈക്കോടതി അതേപടി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു സംയുക്ത കൊള്ളയായിരുന്നു, ഗൂഢാലോചനയുടെ ഫലമായിരുന്നു എന്ന ഹൈക്കോടതിയുടെ പരാമർശത്തിന്റെ പിന്നിലുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത് കേവലം ഒരു കൊള്ളയല്ല, കേവലം ഒരു അഴിമതിയല്ല. ഇത് ശബരിമലയെയും ഇവിടുത്തെ ക്ഷേത്രങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടിയുള്ള ജമായത്തി മാർക്സിസ്റ്റ് ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയുടെ ഫലമായിട്ടും കൂടിയാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്. ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ തന്നെ അധികാരത്തിലിരിക്കുന്നവരുടെ കയ്യിൽ വെക്കുകയും ആ ക്ഷേത്രങ്ങളിൽ കൊള്ള നടത്താൻ വേണ്ടി മാത്രം നേതാക്കന്മാരെ വിടുകയും ചെയ്യുന്ന അവസ്ഥ നിങ്ങൾക്കറിയാം. ശബരിമലയിൽ നട തുറക്കുന്ന സമയത്ത് അവിടെ മന്ത്രിമാർ ചെല്ലാറുണ്ട്. ഇവിടുത്തെ മന്ത്രിയായിട്ടുള്ള വാസവൻ, ഈ കോട്ടയം ജില്ലയുടെ മന്ത്രിയായിട്ടുള്ള വാസവന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം ലിജിന്റെ നേതൃത്വത്തിൽ, പാർട്ടിയുടെ കോട്ടയം ജില്ലയിലുള്ള പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടന്നു. ആ മാർച്ച് എന്തിനു വേണ്ടിയായിരുന്നു? ഈ കുറുവാ സംഘത്തിന്റെ നേതാവായിട്ടുള്ള വാസവനെ അന്വേഷിക്കണം, അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു BJP നടത്തിയ മാർച്ച്. ആ BJP ആ മാർച്ച് നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ ആസൂത്രിതമായിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ നടത്താൻ ഈ വാസവൻ ശബരിമലയിൽ പോയത് കൊള്ള നടത്താനാണ്. ശബരിമലയിൽ മറ്റെന്തിലെങ്കിലും പോയിട്ടുണ്ടോ? ശബരിമലയിൽ നട തുറക്കുന്ന സമയത്ത് വാസവൻ നിൽക്കുന്നത് നിങ്ങളും ഞാനും ഒക്കെ TV-യിൽ കണ്ടിട്ടില്ലേ? വാസവൻ നട തുറക്കുന്ന സമയത്ത് ശബരിമല ശാസ്താവിന്റെ മുമ്പിൽ നിൽക്കുന്നത് പത്രമാധ്യമങ്ങളിലെ ഫോട്ടോയിൽ കണ്ടിട്ടില്ലേ? അയാൾ തൊഴാറുണ്ടോ? ഇല്ല. അയാൾ അവിടെ കിട്ടുന്ന തീർത്ഥം എന്താ ചെയ്യുക? എടുത്ത് ചന്തിയിൽ തുറയ്ക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത്. വാസവൻ അവിടെ കിട്ടുന്ന തീർത്ഥം ഭവ്യതയോട്, ആരാധനയോട്, ദിവ്യമായിട്ടുള്ള തീർത്ഥമായിട്ട് കണ്ട് കുടിക്കുകയും തലയിലേക്ക് ഇടുകയും
മാറ്റിക്കൊണ്ട് ലജ്ജിപ്പിച്ചുകൊണ്ട് ആ തീർത്ഥത്തെ കയ്യിൽ കുടഞ്ഞു കളഞ്ഞ് ബാക്കിയുള്ളത് ചന്തിയിൽ തേക്കുന്ന നികൃഷ്ടനായിട്ടുള്ള വാസവനെ പോലെയുള്ളവന്മാർ അവിടുത്തെ തീർത്ഥം വാസവന് ഹറാമാണ്, അവിടുത്തെ തീർത്ഥം വാസവന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. പക്ഷേ ശബരിമല ഭഗവാന്റെ സ്വർണം വാസവനും കുടുംബത്തിനും അമൂല്യമാണ്, കൊള്ള മുതലാണ്. വാസവന്റെയും പിണറായി വിജയന്റെയും ലക്ഷ്യം അവിടുത്തെ ഭക്തിയല്ല, തീർത്ഥമല്ല, അവിടുത്തെ അനുഭൂതിയല്ല, അവിടുത്തെ ഈശ്വരത്തിന്റെ അനുഗ്രഹമല്ല, അവിടുത്തെ കൊള്ള മുതലാണ് വാസവന്റെ ലക്ഷ്യം. ഈ കൊള്ള മുതൽ ലക്ഷ്യമായിട്ടുള്ള വാസവനെ പോലെയുള്ള കൊള്ളസംഘ തലവന്മാരെ ഈ മണ്ണിൽ നിന്ന് തൂത്തെറിയാനുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഇച്ഛാശക്തി കോട്ടയത്തിന്റെയും ഏറ്റുമാനൂരിന്റെയും വൈക്കത്തിന്റെയും സംസ്കാരത്തിന് ഉണ്ടാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഈ കൊള്ളസംഘത്തിനെതിരെ പോരാടിയ വലിയൊരു ചരിത്ര പാരമ്പര്യമുള്ള ഭൂമിയാണ് ഏറ്റുമാനൂരിന്റെ ഭൂമി, വൈക്കത്തിന്റെ ഭൂമി. ഈ ഭൂമിയിൽ നിന്ന് ഈ ആധുനിക കൊള്ളസംഘത്തിനെയും ഈ കേരളത്തിന്റെ നവോത്ഥാനത്തിന് തിരിച്ചടി നൽകുന്ന ഈ ആഭാസ സംഘത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് കരുത്ത് നമ്മൾ സ്വാംശീകരിക്കേണ്ടിയിരിക്കുന്നു, കരുത്ത് നേടേണ്ടിയിരിക്കുന്നു. അതിന് നമ്മൾ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുക. വരും ദിവസങ്ങളിൽ, അടുത്ത ദിവസം കോട്ടയത്ത് മറ്റൊരു കോൺഗ്രസ് നേതാവുണ്ട്. എല്ലാവരുടെയും ചിരിച്ച് എല്ലാവരുടെയും ആളായിട്ട് നിന്ന് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി SDP-യും ഒക്കെ പരിപോഷിപ്പിക്കുന്ന ഒരു നേതാവ് ദശാബ്ദങ്ങളായിട്ട് കോട്ടയത്ത് നിന്നും ജയിക്കുക. ഇങ്ങനെയുള്ള കതറിട്ട താരങ്ങൾ ആണ് ഈ കേരളത്തെ നശിപ്പിച്ചത് എന്ന നേരറിവ് ഈ കേരളത്തിന് അനിവാര്യമായിട്ട് വേണ്ടതാണ്, ഈ കേരളത്തിന് എത്രയും പെട്ടെന്ന് വേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിലെ മാറ്റം നടത്തിയേ പറ്റൂ. ഈ കേരളത്തിൽ ഇന്ന് അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ന് ഈ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദി BJP-ക്കാരാണ്. കേരളത്തിലെ വർഗീയവാദി BJP-ക്കാരാണ്. മാറാട് 8 പാവപ്പെട്ട അരയ വിഭാഗത്തിനെ വെട്ടിക്കൊന്ന മുസ്ലിം ലീഗ് ഈ കേരളത്തിൽ വർഗീയവാദിയല്ല, ഈ കേരളത്തിൽ വർഗീയവാദിയല്ല. മുസ്ലിം ലീഗിന്റെ അഹമ്മദ് എന്ന് പറയുന്ന കൊടിയ വർഗീയവാദി അവിടെ ഹിന്ദു യുവാക്കളെ വെട്ടിക്കൊന്നതിന് ശേഷം മാറാട് പള്ളിയിൽ ചെന്ന് വെള്ളമൊഴിച്ച് മാറാട് പള്ളിയിലെ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ച കൊടിയ വർഗീയവാദിയുടെ പേര് അഹമ്മദ് എന്ന് പറയുന്ന ഒരുവനായിരുന്നു. ആ അഹമ്മദിന്റെ നേതൃത്വത്തിൽ 200-ൽ പരം വരുന്ന മുസ്ലിം ലീഗിന്റെ യുവാക്കളും 80-ൽ പരം വരുന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള മുസ്ലിം ഇസ്ലാമിക ടെററിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവരും 60-ൽ പരം വരുന്ന കോൺഗ്രസുകാരായിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദികളും ചേർന്നാണ് ആ മാറാട് കടലോരത്തെ പാവപ്പെട്ടവനെ നിഷ്കരണം കൊലപ്പെടുത്തിയത് എന്ന് ഈ കേരളം അറിയണം. അതിനുശേഷം അവിടുത്തെ K. മുരളീധരനും പിണറായി വിജയനും ചേർന്ന് മാറാട് ഒരു വലിയ ധർണ്ണ നടത്തി. ആ ധർണ്ണ നടത്തിയത് കൊല ചെയ്യപ്പെട്ട പാവപ്പെട്ട അരയ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളുടെ നീതിക്ക് വേണ്ടിയായിരുന്നില്ല. അവിടെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള പിണറായി വിജയനും K. മുരളീധരനും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും സിമിയും SDP-യും ചേർന്ന് അന്ന് അവിടെ നടത്തിയ ധർണ്ണ ഞങ്ങളെ കൊന്ന് അവിടുത്തെ പാവപ്പെട്ട ഹിന്ദുവിനെ കൊന്ന് കൊലവിളിച്ച ആ ഭീകരവാദികളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് ഈ മതേതര കേരളം മനസ്സിലാക്കണം. മതേതരം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിനെ കൊല്ലുകയും കൊലയാളികളെ പുനരധിവസിപ്പിക്കുകയുമാണ് എന്ന് പിണറായി വിജയൻ നിങ്ങളും K. മുരളീധരൻ നിങ്ങളും പറഞ്ഞാൽ അത് അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇനി പഴയ കേരളീയരെ കിട്ടാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വലിയ മതേതര ചരക്കാണെന്നാണ് പറയുന്നത്. ഈ മുസ്ലിം ലീഗുകാരനാണ് ഇന്ത്യ വിഭജിച്ചത്. ഇന്ത്യ വിഭജിച്ചത് ഈ മുസ്ലിം ലീഗുകാരനാണ്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയുടെ മറവിൽ ഈ രാജ്യത്തെ പാകിസ്ഥാനുമായിട്ട് വെട്ടിവിഭജിച്ച രാജ്യദ്രോഹിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. ആ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ കഴിഞ്ഞാൽ പിന്നെ അധികാരത്തിൽ വന്നിട്ടുള്ളത് ഇവിടുത്തെ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസുകാരുടെയും തണലിൽ കേരളത്തിലാണ്. മുസ്ലിം ലീഗ് പാകിസ്ഥാൻ കഴിഞ്ഞാൽ അധികാരത്തിൽ വന്നിട്ടുള്ളത് കേരളത്തിലാണ്. എന്നിട്ട് പറയുക ഇവിടെ മതേതരം എന്ന് പറയുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മുസ്ലിം ലീഗുമാണ്. ഈ രാജ്യത്തിലെ 22 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഈ രാജ്യത്തിലെ 140 കോടി ജനതയെ ലോകത്തിലെ വൻ ശക്തിയാക്കിയ BJP-യാണ് ഇവിടുത്തെ വർഗീയവാദി എന്ന് പറയുന്നു. ഇതിന് ഈ കേരളം ഇനിയും ഇതേപോലെ വിഴുങ്ങേണ്ടിയിരിക്കുന്നു. ചിന്തിക്കേണ്ടതാണ്, ചോദിക്കേണ്ടതാണ്. അങ്ങ് നമ്മുടെ തുർക്കിയിൽ ഒരു പള്ളിയുണ്ട്. ക്രിസ്ത്യാനികൾ വർഷങ്ങളായി കയ്യിൽ വെച്ചിരുന്ന ആരാധനാലയം ഹാഗിയ
ഹാജിയ സൂഫിയ. ആ ആരാധനാലയം ഇസ്ലാമിക തീവ്രവാദികൾ കയ്യേറി പിടിച്ചെടുത്തു. ആ പിടിച്ചെടുത്ത സമയത്ത് ആ ആരാധനാലയം പിടിച്ചെടുത്ത ജമായത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്രവാദികൾക്ക് അനുകൂലമായിട്ട് കേരളത്തിലെ മതേതര കേരളത്തിൽ പരസ്യമായി ലേഖനം എഴുതിയത് ഇന്ന് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരിക്കുന്ന തങ്ങളാണ്. ഈ തങ്ങളെ നമ്മൾ വർഗീയവാദി എന്നല്ലാതെ മതേതരവാദി എന്ന് വിളിക്കാൻ ഇനി സാധിക്കോ? വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു വർഗീയവാദിയാണ് മുസ്ലിം ലീഗ്. സുകുമാരൻ നായർ പറയുന്നു വർഗീയവാദിയാണ് മുസ്ലിം ലീഗ്. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും മുസ്ലിം ലീഗിനെ വർഗീയവാദി എന്ന് വിളിച്ചാൽ വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും വർഗീയവാദി എന്ന് വിളിക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസുകാരുടെയുമാണ് നമ്മൾ കാണുന്നത്. വർഗീയത എന്ന് വിളിക്കാനുള്ള നട്ടല് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സഹോദരന്മാർക്കും കോൺഗ്രസ് സഹോദരന്മാർക്കും വേണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഇവിടെ OBC സംവരണത്തെ കുറിച്ച് പറയാറുണ്ട്. OBC സംവരണം എന്ന് പറയുന്ന ഈഴവാദി വരുന്ന കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്കുള്ള സംവരണമാണ്. ആ സംവരണമാണ് ഇന്ത്യയിൽ മുഴുവൻ നിലനിൽക്കുന്നത്. പക്ഷേ കേരളത്തിലെ OBC സംവരണത്തിൽ ഇവിടുത്തെ 90% വരുന്ന മുസ്ലിം സമൂഹത്തെയും OBC സംവരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നീതികേടാണ്. ഹിന്ദു സമൂഹത്തിലെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവർക്ക് വേണ്ടി കൊണ്ടുവന്ന OBC സംവരണം എന്തിനു വേണ്ടിയാണ്? മതപരമായിട്ട് നിൽക്കുന്ന മുസ്ലിം സമൂഹത്തിന് അതിൽ ഉൾപ്പെടുത്തിയത് എന്തിനാ? മുസ്ലിം സമൂഹത്തിന് സംവരണം കൊടുക്കുന്നതിന് BJP എതിരല്ല. ആവശ്യമാണെങ്കിൽ സംവരണം കൊടുക്കണം. അത് മതത്തിന്റെ പേരിലുള്ള സംവരണമായിക്കോട്ടെ. പക്ഷെ ഈഴവാദി വരുന്ന പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സംവരണം മതത്തിന്റെ പേരിൽ അട്ടിമറി നടത്തിയ ഇവിടുത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഈ നാട്ടിലെ ജനതയ്ക്ക് പ്രതികരിക്കാനുള്ള ശേഷി വേണ്ടേ? അങ്ങനെ പ്രതികരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദി എന്ന് വിളിച്ചാൽ അംഗീകരിച്ചു കൊടുക്കുവാൻ സാധ്യമല്ല. അങ്ങനെ പ്രതികരിച്ചതിന്റെ പേരിൽ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ വർഗീയ കോമര താണ്ഡവത്തിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഒരുമിച്ചിരുന്ന് അതിനോട് പ്രതികരിച്ചാൽ അവരെ രണ്ടുപേരെയും മാറ്റി നിർത്തി ആക്രമിക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ശ്രമിച്ചാൽ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുക. ഈ രാജ്യത്ത് ഇവിടുത്തെ ഒരു ഹിന്ദു സമൂഹം എന്തുകൊണ്ട് ഐക്യപ്പെട്ടുകൂടാ? ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന് ഐക്യപ്പെടുമ്പോൾ നിങ്ങൾ അതിനെ മതേതരത്വ ഐക്യമെന്ന് പറയുന്നു. ഹമാസിന്റെ പേരിൽ 13,000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഹമാസ് എന്ന് പറയുന്ന ലോക ഭീകര സംഘടനയ്ക്ക് വേണ്ടി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും സകല മുസ്ലിം സംഘടനകളും ഒരുമിച്ച് ചേർന്ന് സമരം നടത്തുമ്പോൾ അതിന് മതേതര സമരമെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ ഇവിടുത്തെ NSSഉം SNDPയും പുലയനും പറയനും തീയനും നമ്പൂതിരിയും ഉൾപ്പെടെയുള്ള അവരുടെ കൂടെ നസറാണിയും ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് വന്നാൽ അവരെ നിങ്ങൾ വർഗീയമെന്ന് വിളിക്കുന്നു. ഇത്തരത്തിലുള്ള ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, ആ ഇരട്ടത്താപ്പ് കേരളത്തിൽ അവസാനിക്കുകയാണ്. ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ ഒരു ശക്തിയുണ്ട്. ആ ശക്തി 1950കളിൽ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ഈ കേരളത്തിലെ നവോത്ഥാന ശക്തിയാണ്. ആ ശക്തിയുടെ മുന്നിൽ അണിനിരുന്നത് ആർ ശങ്കറും മന്നത്താചാര്യനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ്. ആ ശക്തിക്ക് പിന്നിൽ അണിനിരുന്നത് 1950കളിലെ ആ ഐക്യബോധം, ഹിന്ദു ഐക്യബോധം. അതിനുശേഷം 2015 സുകുമാരൻ നായരും അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള വെള്ളാപ്പള്ളി നടേശനും ഉൾപ്പെടെയുള്ള ശക്തികൾ ഒരുമിച്ച് ചേർന്ന് ഈ കേരളത്തിൽ ഹിന്ദു ഐക്യത്തിന്റെ ഒരു വലിയ ചലനം സൃഷ്ടിച്ചിരുന്നു. അതിനുശേഷം ഇതാ 2025 ഇവിടുത്തെ മുസ്ലിം പ്രമാണിത്വത്തിനെതിരായി, മുസ്ലിം ഭീകരതയ്ക്കെതിരായി ഒരു പുതിയ ശക്തി രൂപം കൊണ്ടാൽ ആ ശക്തി കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റമായിട്ട് ഭാവിയിൽ സംക്രമിച്ചുകൂടാ എന്ന് ആരും ധരിക്കണ്ട. ആ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റമായിട്ട് മാറും. ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹവും ഇന്ന് അടിമകളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ ഹിന്ദു സമൂഹം അടിമകളായിട്ട് മാറിയിരിക്കുന്നു. നീതിബോധമുള്ള മുസ്ലിം സഹോദരന്മാരും അടിമകളായിട്ട് മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗും ഇവിടുത്തെ ജമായത്തെ ഇസ്ലാമിയും ഇവിടുത്തെ ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാം അതാണ് ഇവിടുത്തെ വൻശക്തി എന്ന നിലയിൽ വന്നിരിക്കുന്നു. ഇത് നീതീകരിക്കപ്പെടാവുന്നതല്ല. അതുകൊണ്ട് ഇതിനെതിരായിട്ട് ഈ കേരളത്തിൽ ഉയർന്നു വരുന്ന സമരാജ്ഞി ഈ നാട്ടിലെ ജനത കാണാവുന്നവണ്ണം കാണണമെന്നും കേൾക്കാവുന്നവണ്ണം കേൾക്കണമെന്നും മനസ്സിലാക്കാവുന്നവണ്ണം മനസ്സിലാക്കണമെന്നും ഈ നാട്ടിൽ ജാതിയല്ല മതമല്ല വേണ്ടത്. നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതാവ് ഷാജി വിളിച്ചതുപോലെ മതമാണ് വിഷയം എന്നാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് ഷാജി വിളിച്ചത്. ആ ഷാജിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മതമല്ല വിഷയം, വികസനമാണ് വിഷയം. അതാണ് നരേന്ദ്രമോദി ഈ രാജ്യത്ത് ഉയർത്തിയ മുദ്ര.
മുദ്രാവാക്യം. ആ മുദ്രാവാക്യമാണ് കേരളത്തിലെ ഹിന്ദുവും കേരളത്തിലെ ക്രിസ്ത്യാനിയും കേരളത്തിലെ ഈഴവനും കേരളത്തിലെ പട്ടികജാതിക്കാരനും കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗവും കേരളത്തിലെ നല്ലവരായിട്ടുള്ള മുസ്ലിം സഹോദരന്മാരും ഏറ്റുപിടിക്കാൻ പോകുന്ന മുദ്രാവാക്യം നിന്റെ വർഗീയ മുദ്രാവാക്യമല്ല, ഞങ്ങളുടെ വികസന മുദ്രാവാക്യമാണ്. ആ വികസന മുദ്രാവാക്യത്തിന്റെ പന്ഥാവിലൂടെ ഭാരതീയ ജനതാ പാർട്ടി അഭിമാനത്തോട് മുന്നോട്ട് പോവുകയാണ്. ആ മുന്നോട്ട് പോക്കിന് ശക്തി പകരാൻ ഈ നാട് തയ്യാറാണ്. ഞങ്ങൾ ഇത്തരത്തിലുള്ള അമൂല്യമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും അർത്ഥവത്തായിട്ടുള്ള മുന്നേറ്റവും നടത്തുമ്പോൾ ഞങ്ങൾക്കെതിരെ ദുഷ്പ്രചരണങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു. അതിന്റെ അവസാനത്തെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ആ തൊഴിലുറപ്പ് പദ്ധതി ഇവിടെ നടപ്പാക്കപ്പെട്ടു. ആ നടപ്പാക്കപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയായി. പക്ഷേ ആ തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ച് നിരവധി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പ് നൽകിയ ഒരു പദ്ധതിയാണ് കൊണ്ടുവന്നതെങ്കിലും ഒരു പഞ്ചായത്തിലും അപൂർവം ചില പഞ്ചായത്തുകൾ ഒഴികെ ഒരിടത്തും 100 ദിവസവും തൊഴിൽ ലഭ്യമായിരുന്നില്ല. 45 ദിവസം തൊഴിൽ കൊടുത്ത പഞ്ചായത്തുകൾ എനിക്കറിയാം. 65 ദിവസവും 75 ദിവസവും 80 ദിവസവും ഒക്കെയാണ് തൊഴിൽ ലഭ്യമായിക്കൊണ്ടിരുന്നത്. ആ പാവപ്പെട്ടവനെ ഇന്ന് നരേന്ദ്രമോദി 125 ദിവസം തൊഴിൽ ലഭ്യമാക്കുന്ന പുതിയ പരിഷ്കരണമാണ് VBG റാംജി എന്ന് പറയുന്ന പുതിയ പദ്ധതിയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ 125 ദിവസം തൊഴിൽ അവന് ലഭ്യമാക്കുകയാണ്. ആ 125 ദിവസത്തെ തൊഴിൽ അവന് കൊടുക്കാതെ വന്നാൽ ആ സർക്കാർ, സംസ്ഥാന സർക്കാർ അവന് പാരിതോഷികം നൽകണം, അവന് കോമ്പൻസേഷൻ നൽകണം എന്നുള്ള നിയമം കൊണ്ടുവന്നിരിക്കുന്നു. ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദരിമാർക്ക് 125 ദിവസം തൊഴിൽ നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും ബാധ്യസ്ഥമാണ്. ആ ബാധ്യസ്ഥം അത് അവരുടെ അവകാശമാണ്. 125 ദിവസം തൊഴിൽ നൽകിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കോമ്പൻസേഷൻ നൽകണം എന്നുള്ള നിയമം ഞങ്ങൾ കൊണ്ടുവന്നു. ആർക്കു വേണ്ടിയാ? ഇവിടുത്തെ പാവപ്പെട്ട 52 ലക്ഷം വരുന്ന കേരളത്തിലെ തൊഴിലുറപ്പ് മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ മനുഷ്യർക്കും വേണ്ടിയുള്ള നിയമമല്ലേ അത്? 125 ദിവസമായിട്ട് വർദ്ധിപ്പിച്ചത് ഇവിടുത്തെ പിണറായി വിജയന്റെ മോക്ക് വീണ വിജയന് വേണ്ടിയുള്ള നിയമമല്ല, ഇവിടുത്തെ വീണ ജോർജിന് വേണ്ടിയുള്ള നിയമമല്ല. ഇത് ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നിയമമാണ്. 125 ദിവസം തൊഴിലുറപ്പിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നിങ്ങൾ ജോലി കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ പിണറായി വിജയൻ കോമ്പൻസേഷൻ കൊടുക്കണം. അതാണ് നരേന്ദ്രമോദി കൊണ്ടുവന്ന നിയമം. അവിടെ കൊണ്ടും തീർന്നില്ല. ഈ 125 ദിവസം ജോലി ചെയ്താൽ 15 ദിവസത്തിനുള്ളിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ശമ്പളം കൊടുക്കണം. അവരുടെ അക്കൗണ്ടിലേക്ക് ശമ്പളം കൊടുക്കണം. ആ ശമ്പളം നേരിട്ട് ലഭ്യമാകും. കേന്ദ്ര സർക്കാർ നേരിട്ട് ലഭ്യമാക്കും. ആ ശമ്പളം 15 ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ അതിനും കോമ്പൻസേഷൻ കൊടുക്കാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥമാണ്. ഇത് പിണറായി വിജയനെതിരായിട്ടുള്ള നിയമമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കട്ടുതന്ന് സ്വന്തം മോളുടെ മാസപ്പടി മാത്രം കറക്റ്റായിട്ട് എത്തിച്ചു കൊടുക്കുന്നതിൽ ശ്രദ്ധാലുവായിട്ടുള്ള പിതാവാണല്ലോ പിണറായി വിജയൻ. ആ പിണറായി വിജയന് കേരളത്തിലെ ആശാ വർക്കേഴ്സിന്റെയും തൊഴിലുറപ്പിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കാത്തവർക്കും മാസാമാസം അത് കൊടുക്കുന്നതിനെ കുറിച്ച് അല്പപ്പോലും ഉത്കണ്ഠയില്ലല്ലോ. അങ്ങനെയുള്ള പിണറായി വിജയൻ അല്പദോഷമാണ്. പക്ഷേ ഈ കേരളത്തിൽ 52 ലക്ഷം വരുന്ന തൊഴിലുറപ്പിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി 125 ദിവസം ജോലി കിട്ടും. അവർ ചെയ്യുന്ന ജോലിയുടെ കൂലി 15 ദിവസത്തിനുള്ളിൽ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തും എന്നുള്ളതാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏറ്റവും വലിയ മേന്മ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൊഴിലാളി വർഗത്തിന് വേണ്ടി നരേന്ദ്രമോദി എടുത്ത ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള തീരുമാനമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ കൊണ്ടുവന്നിട്ടുള്ള ആ പരിഷ്കരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? തൊഴിലുറപ്പ് പിണറായി വിജയന്റെ എന്തോ ഒരു സാധനമാണെന്നാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? പിണറായി വിജയന്റെ സാധനമല്ല തൊഴിലുറപ്പ്. ഇന്ത്യ ഗവൺമെന്റാണ് അതിന്റെ എല്ലാ പണവും കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതെല്ലാം എന്റേതാണെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് അവർക്കും കൂടെ ചില ഉത്തരവാദിത്വം കൊടുത്തു. ഞങ്ങൾ കൊടുക്കുന്ന പണത്തിനോടൊപ്പം കുറച്ചു പണം നിങ്ങളും കൊടുക്ക്, അവർക്ക് ജോലി കൊടുത്തില്ലെങ്കിൽ അതിനുള്ള ശിക്ഷയും നിങ്ങൾ ഏറ്റുവാങ്ങിക്കോ എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ പുറത്ത് ഒരു ചെറിയ സാധനം പിടിപ്പിച്ചു കൊടുത്തു. അതിന്റെ ആക്രാന്തം, അതിന്റെ ബഹളമാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യുന്നത്. ഞങ്ങൾ മുമ്പ് തൊഴിലാളി ഇവിടുത്തെ 172 രൂപയായിരുന്നു നരേന്ദ്രമോദി വരുന്ന സമയത്ത് ഇവിടുത്തെ തൊഴിലുറപ്പിന്റെ വേതനം. ഇന്ന് ആ വേതനം 363 368 രൂപയായിരിക്കുകയാണ്. ഏകദേശം ഒരിരട്ടിയോളം തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിച്ച പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. അങ്ങനെ തൊഴിലാളി വർഗത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട്
ജനതാ പാർട്ടിയെ ഇതിന്റെ പേരിൽ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതിന് ഉത്തരം നൽകാൻ ഈ നാട്ടിലെ തൊഴിലുറപ്പ് മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾ തയ്യാറാകും. ഇന്ത്യയിൽ മുഴുവൻ അത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഈ മേഖലയിലും തയ്യാറാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശുഭകരമായിട്ടുള്ള നാളുകളാണ് എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നത്. ശുഭകരമായിട്ടുള്ള നാളുകളെയാണ് കേരളത്തിനും കാത്തിരിക്കുന്നത്. ഇന്ത്യ മുഴുവൻ മാറി. 35 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ബംഗാൾ മാറി. ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈജയന്തി അവിടെ പാറിപ്പറക്കുന്നു. 25 വർഷത്തെ ത്രിപുര മാറി. ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ പതാക അവിടെ പാറിപ്പറക്കുന്നു. ഇന്ത്യ മുഴുവൻ നരേന്ദ്രമോദി മൂന്നാമതും ഭരിക്കുന്നു. ഈ രാജ്യം BJP ഭരിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഒരു 50 വർഷമെങ്കിലും ഇന്ത്യ ഭരിക്കുക BJP തന്നെയായിരിക്കും. ആർക്കും ലെവലേശം സംശയം വേണ്ട. അങ്ങനെയുള്ള BJPക്കൊപ്പം കേരളവും മാറും. കേരളവും മാറിയേ പറ്റൂ. മാറാത്തതിന് മാറും എന്നുള്ള ഉജ്ജ്വലമായ മുദ്രാവാക്യം ഈ നാട്ടിലെ സകലമായ മനുഷ്യരുടെയും മസ്തിഷ്കങ്ങളിൽ പ്രകമ്പനം കൊള്ളുന്ന ദിവസങ്ങളാണ് സമാഗതമാകാൻ പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നിന്റെ രാഷ്ട്രീയം BJPയുടേതാണ്. നാളെയുടെ രാഷ്ട്രീയവും BJPയുടേതായിരിക്കും. എന്റെയും നിങ്ങളുടെയും നാട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവർ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യും. എന്റെയും നിങ്ങളുടെയും കുട്ടികളുടെ ഭാവി ഭദ്രമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യും. ഈ നാടിന്റെ സമ്പത്തും ഈ നാടിന്റെ സമൃദ്ധിയും ഈ നാടിന്റെ ഐശ്വര്യവും ഈ നാടിന്റെ പ്രശോഭിതമാർന്ന ഭാവിയും മുന്നിൽ കാണുന്ന ചിഹ്നത്തിന്റെ പേര് താമര എന്നാണ്. പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. നായകന്റെ പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നാണ്. ആ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ആകാശം ഈ കേരളവും കീഴടക്കി മുന്നോട്ട് പോകുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ പുതുതായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിയ സഹപ്രവർത്തകർക്ക്, സഖാക്കന്മാർക്ക് 1000 സ്വാഗതവും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജൈത്രയാത്രയിൽ ഞങ്ങളുടെ സഹോദരന്മാരെ പോലെ, കുടുംബാംഗങ്ങളെ പോലെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഈ വിശാലമായ ഭാരതത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ ശക്തിയും ഞങ്ങൾക്ക് കൂടുതൽ കരുത്തു നൽകുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ സഹോദരന്മാരെയും സഹോദരിമാരെയും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഭാരത് മാതാ.